ഒരു വിരൽ ചൂണ്ടിയാൽ ഞങ്ങൾ മുഷ്ടി ഉപയോഗിച്ച് പ്രതികരിക്കും. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഏതെങ്കിലും ഭാഗത്ത് ലംഘനം നടത്തിയാൽ കൂടുതൽ ശക്തവും നിർണായകവുമായ പ്രതികരണം ലഭിക്കുമെന്ന് അഫ്ഗാൻ ആർമി ചീഫ് ഫാസിഹുദ്ദീൻ ഫിത്രത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇസ്ലാമാബാദിൽ വ്യോമാക്രമണത്തിലൂടെ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചതിനു പിന്നാലെ പാകിസ്ഥാനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഫിത്രത്ത്. പാകിസ്ഥാന്റെ ഒരു ആക്രമണത്തിനും മറുപടി നൽകാതെ അഫ്ഗാനിസ്ഥാൻ വിടില്ലെന്ന് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം അഫ്ഗാനിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇസ്ലാമാബാദിലോ ആ രാജ്യത്തെ മറ്റു പ്രധാന കേന്ദ്രങ്ങളിലോ പോലും അവർക്ക് സുരക്ഷിതരായിരിക്കില്ലെന്ന് കരസേനാ മേധാവി മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും വെറും 5 കിലോമീറ്റർ അകലെയുള്ള ഒരു പാകിസ്ഥാൻ സൈനിക ക്യാമ്പിൽ അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് ശ്രദ്ധേയമാണ്. ഖൈബർ പത്തൂൺഖോയിലെ നൌഷേര, ജംറൂദ്, അബോട്ടോബാദ് എന്നിവിടങ്ങളിലും അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. അതേസമയം അഫ്ഗാൻ ആക്രമണത്തിൽ 12 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും ഒരു സൈനികനെ കാണാതായതായും 27 പേർക്ക് പരിക്കേറ്റതായും പാകിസ്ഥാൻ സൈന്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 274 അഫ്ഗാനികളെ കൊന്നതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. കഴിഞ്ഞ രാത്രിയിലെ പാകിസ്ഥാനെതിരായ ആക്രമണത്തിന് ഉത്തരവാദിയായ അഫ്ഗാൻ താലിബാൻ സർക്കാരിനെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഭീകരവാദ സംഘടന എന്ന് ISPRG വിശേഷിപ്പിച്ചു. ഒരു തീവ്രവാദ സംഘടനയുടെ ഏകോപനം, ഗൂഢാലോചന, പിന്തുണ എന്നിവയിലൂടെയാണ് ഈ മാസ്റ്റർ പ്രോക്സി ഈ ആക്രമണം നടത്തിയതെന്നാണ് DG ISPR പറഞ്ഞത്. പാകിസ്ഥാൻ പത്രസമ്മേളനത്തിൽ 73 സൈനിക പോസ്റ്റുകൾ തകർത്തതായും 18 എണ്ണം പിടിച്ചെടുത്തതായും പറഞ്ഞു. ഏകദേശ കണക്കനുസരിച്ച് 115 ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ എന്നിവ നശിപ്പിക്കപ്പെട്ടതായും അവർ പറഞ്ഞു. അതേസമയം ആക്രമണത്തിൽ 55 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും 8 സൈനികർ രക്തസാക്ഷികളായതായും അഫ്ഗാൻ അറിയിച്ചു. കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ പ്രാദേശിക സമഗ്രത സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ സുരക്ഷാ സേനയ്ക്ക് കഴിവുണ്ടെന്ന് അഫ്ഗാനിസ്ഥാൻ സൈനിക മേധാവി ഊന്നി പറഞ്ഞു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനെതിരെ കടുത്ത രോക്ഷമുണ്ട്. പാകിസ്ഥാന്റെ അടിച്ചമർത്തലിന് മുന്നിൽ മൗനം പാലിക്കില്ലെന്ന് അഫ്ഗാനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഏറ്റവും ശക്തരായ വിദേശ ആക്രമണകാരികളെ പോലും അഫ്ഗാനിസ്ഥാനികൾ ചെറുത്തിട്ടുണ്ട്. അന്ന് അവർ പാകിസ്ഥാന്റെ ആക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടാണ്. ഇതിനിടെ ചില പൗരന്മാർ പാകിസ്ഥാൻ ഇസ്ലാമിന്റെയും മനുഷ്യത്വത്തിന്റെയും ശത്രുവാണെന്ന് വിളിക്കുകയും റമദാൻ മാസത്തിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുമായി അതിനെ താരതമ്യം ചെയ്യുകയും ചെയ്തു. അഫ്ഗാൻ ജനത തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കുമെന്നും സുരക്ഷാ സേനയെ എന്ത് വില കൊടുത്തും പിന്തുണയ്ക്കുമെന്നും അവർ പറഞ്ഞു. നമ്മുടെ നേതാക്കൾ ജിഹാദിന് ആഹ്വാനം ചെയ്താൽ അഫ്ഗാനിസ്ഥാനെ പ്രതിരോധിക്കാൻ താനും മറ്റു പലരും തയ്യാറാണെന്നാണ് ബഗ്ലാൻ നിവാസി പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.